ഹലോ ഹായ് ഗൈസ്. നാളെ ജൂൺ 4 സ്കൂൾ റീഓപ്പണി. 2 മാസം ലീവ് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പണി. അപ്പം അതിനുള്ള ഇത് ബുക്കൊക്കെ എടുത്ത് വെക്കാനാണ്. ബുക്കൊന്നും കൂടുതൽ കൊണ്ടുപോകണ്ട. നാളെ ഒരു പ്രശ്നമൊട്ടും എന്തെങ്കിലും ഒരു ബുക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം വാങ്ങിച്ച ഐറ്റംസ് വാങ്ങിച്ച ഐറ്റംസ് ബാഗ് വന്നിട്ട് വാങ്ങിച്ച് കുറേ മാസം, ഒത്തിരി മാസമാവുന്നു. വാങ്ങിച്ചില്ല, ഞങ്ങൾ വാങ്ങിച്ചില്ല. അച്ഛൻ മധുരയിൽ പോയപ്പം ഇത് ബാഗൊന്നും വാങ്ങിച്ചിട്ട് വന്നപ്പം കൊള്ളാം, അവിടുത്തെ ബാഗ് നല്ലത്, ബാഗ് ചെയ്യണം ഇവിടെ, അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു ബാഗ് കൊണ്ടുവന്നു. അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു. കാരണം നമുക്ക് അപ്പോൾ നല്ലൊരു ബാഗായി ഇരിക്കണം. അതുകൊണ്ട് ഇനി ഇതിനെ എടുത്തില്ലാതാക്കേണ്ടത് അടുത്ത വർഷം എടുക്കണമെന്ന് വെച്ചിരുന്നു. ഈ വർഷം അതുകൊണ്ട് ഞങ്ങൾക്ക് ബാഗ് വാങ്ങിക്കേണ്ടി വന്നില്ല. അല്ലേ? തല തന്നെ എടുക്കണം തന്നെ. ശരി. മോൻ ഇന്ന് നാളെ സ്കൂൾ ഓപ്പണിംഗ് എന്നും പറഞ്ഞ് ഇന്ന് ഭയങ്കര കളിയായിരുന്നു. കളിച്ചിപ്പോൾ വയ്യുണ്ട്. ബോട്ടിൽ ഇതും പുതിയത്. സൂപ്പർ ബോട്ടിൽ കൊള്ളാമോ? കഴിഞ്ഞ വർഷം കുറച്ച് വലുതായിരുന്നു ബോട്ടിൽ. ഇത് ബോക്സ് ഇന്നലെ ഞങ്ങൾ പോയി വാങ്ങിച്ചതാണ് ഇവിടെ മേളാത്തൊരു കടയിൽ നിന്ന്. മോന് വന്നിട്ട് സിമ്പിളായിട്ടുള്ള ബോക്സിന് ഇഷ്ടം. ഇത് സിമ്പിൾ ബോക്സാണ്. സാധാ നിറയെ മോഡൽ ബോക്സ് ഇരിക്കുന്നത്, അതൊന്നും അവന് ഇഷ്ടമില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒന്നുണ്ട്. ലാസ്റ്റ് ഇതിനെ ഊരി വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനത്തെ സിമ്പിളാണ് കൊണ്ടുപോകണം, അതാണ് ഇഷ്ടം. അങ്ങനെയാണ് കൊണ്ടുപോയത്. ഇപ്രാവശ്യവും അതിൽ ആ ബോക്സൊക്കെ ഇരിക്കണം, എന്നാലും പുതിയത് വേണം. പിന്നെ ലഞ്ച് ഇങ്ങനെ 2 അടുക്കളൊന്നും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇപ്രാവശ്യം പറഞ്ഞു കൊണ്ടുപോകാൻ. ഒന്നിൽ സ്നാക്സും ഒന്നിൽ ലഞ്ചും വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാമോ? മോനെ ഇഷ്ടപ്പെട്ട? അതിലേക്കിരിക്കും, അത് കിളക്കും. പിന്നെ ഇതൊക്കെയാണ് എത്തിക്ക്. ഇതാണ് എത്തിക്കിൻ്റെ ലഞ്ച് കാരിയർ. അറിഞ്ഞൂടാ, ഇത് ഇരിക്കണ ഓർമ്മയില്ലാതെ ഞാൻ ഒരു സ്റ്റീലിൽ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ച് വെച്ചിരിക്കണം, ഓർമ്മയില്ല. പിന്നെ പെന്ന്, ഇത് ഋത്തിക്കിൻ്റെ മാമൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം. അതാണ്, അത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പെന്ന്. അത് ഈ വർഷം കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാം ടൈമോടെ വന്ന്, പക്ഷെ ആൾ യൂസ് ചെയ്തില്ല. ഈ വർഷം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി പെന്നാണ്, പാർക്കർ കമ്പനിയിലത്. പിന്നെ എന്തോന്ന്, ഷാർപ്നർ. ഇത് മാത്രമല്ല, അവിടെ എല്ലാ വർഷത്തെ ഷാർപ്നർ അവിടെ ഉണ്ട്. എന്നാലും എല്ലാ പ്രാവശ്യവും പുതിയതും ഇരിക്കും. പിന്നെ കുറേ പെൻസില് എല്ലാം ഉണ്ട്. പിന്നെ ഈ പെൻസിൽ അറിയാമോ, നമ്മൾ പഠിക്കുമ്പോൾ ഈ പെൻസിൽ വന്നിട്ട് ഈ ഗൾഫിലുള്ള ആൾ കൊണ്ടുവരണം, അവരെ മക്കൾ കൊണ്ടുവരും. ഇത് കാണുമ്പോൾ നമുക്ക് കൊതിയായിരിക്കും. അന്നൊന്നും കൂടുതൽ ഇതൊന്നും കിട്ടില്ല. ഇപ്പം എല്ലാ കടയിലും കിട്ടും കേട്ടാ. അങ്ങനെ ഈ പെൻസിലൊന്നും എടുത്ത് വെച്ചിരിക്കുന്നു. പെൻസിൽ കുറേ ഉണ്ട്, ഇതിൽ നിന്നൊന്ന് എടുത്ത് വെച്ചിരിക്കണം നാളെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ എല്ലാം കൂടെ. അടുത്ത് വന്നിട്ട് യൂണിഫോം. ഇത് വന്നിട്ട് വെനസ്ഡേ യൂണിഫോം. കഴിഞ്ഞ വർഷം റെഡായിരുന്നു, ഇപ്രാവശ്യം യെല്ലോ. പക്ഷെ നേരത്തെ സിംഗിൾ മൊത്തത്തിലല്ലായിരുന്നു, ഇപ്പോൾ ഒരു വൈറ്റ് ഇതും കൂടെ ഉണ്ട്, കലന്ന് പറഞ്ഞല്ലോ. ഇതാണ് ബുധനാഴ്ചത്തത്. സോഫ്റ്റ് ആയിരിക്കണ്ട, ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടെന്ന്. മാർ ഗ്രിഗോറിയസ് ഗ്രാത്തൂർ. ഇതാണ് ടീഷർട്ട്. പാൻറ്റും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് ഈ വാങ്ങിക്കേണ്ടി വന്നത്. ഇവിടെ സൈഡിൽ വന്നിട്ട് വെയിറ്റ് കൊടുത്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഈ വെയിറ്റ് ഇല്ല, ഇപ്രാവശ്യം എക്സ്ട്രാ. ഇത് ബുധനാഴ്ചയുള്ള യൂണിഫോം. അതിന് വന്നിട്ട് വൈറ്റ് സോക്സ്. ഇത് തയ്ക്കാൻ വേണ്ടി അത് തുണിയാണ് കാണിച്ചത്. എല്ലാ പ്രാവശ്യവും റെഡിമെയ്ഡ് സ്കൂളിൽ നിന്ന് കിട്ടും. ഇത് ഇട്ട് നോക്കിയില്ല, ഇതുവരെ തച്ച് കൊണ്ടുവന്നു, പക്ഷേ ഇട്ട് നോക്കിയില്ല. കറക്റ്റാണ്. ഇതാണ് ഋത്തിക്കിൻ്റെ ബാക്കി എല്ലാ ദിവസമുള്ള യൂണിഫോം. ഇത് ഷർട്ട്. ഇങ്ങനെ ഹൈറ്റ് നോക്കട്ടെ എന്നാൽ അച്ഛൻ എടുത്തിട്ട് ഡൗട്ടൊന്ന് പറഞ്ഞു. ഹൈറ്റ് കുറവാ.
ചുമ്മാ വെച്ച് നോക്ക്. കറക്റ്റ് തന്നെ കറക്റ്റ് തന്നെ. നേരത്തെ നോക്കട്ടെ ഒരിക്കൽ. ആ ഒരു കേട്ട് നോക്ക്. അധികം എന്നുവെച്ചാൽ ഇത് ഷർട്ട് കറക്റ്റായിരിക്കണം. ഹൈറ്റ് പാൻറ്റിൻ്റെ ഒരു ഡൗട്ടായിരുന്നു. എന്നെ ഇട്ട് നോക്കുന്ന ചോദിച്ചാൽ മറന്നുപോയി. ഇതാണ് ഋത്തിക്കിൻ്റെ ബാക്കിയുള്ള എല്ലാ ദിവസത്തെ യൂണിഫോം. കണ്ടിരിക്കുന്നുണ്ടോ? ഇത് വന്നിട്ട് അതിലുള്ള സോക്സ്. അങ്ങനെ നാളെ തൊട്ട് പഠിത്തം. നാളെ 6th സ്റ്റാൻഡേർഡാണ്, 6ാം ക്ലാസ്. കറക്റ്റുമോ? അയ്യോ അച്ഛൻ കൊണ്ട് കാണിച്ചു നോക്കടാ. എന്ത്? പാൻറ് പൊക്കം കുറവല്ലേ, ഇങ്ങനെ ഇരുന്നാൽ മതിയാ. ഓക്കെ ബൈ. ഇതായിരുന്നു നമ്മൾ സ്കൂൾ റിവ്യൂ. എല്ലാം ഇത് ബാഗ് എല്ലാം കാണിച്ച് എല്ലാത്തിൻ്റെ. ഓക്കെ.